ഗോത്രക്കാരായ 25,000 ധീരയോദ്ധാക്കൾ കൊല്ലപ്പെട്ടു. എന്നാൽ 600 പേർ മരുഭൂമിയിൽ റീമോൺ പാറയിലേക്ക് ഓടി രക്ഷപ്പെട്ടു. അവിടെ 4 മാസം താമസിച്ചു. ഇസ്രായേൽ തിരിഞ്ഞു വന്ന് ബെഞ്ചമിൻ ഗോത്രക്കാരുടെ ദേശം വീണ്ടും ആക്രമിച്ചു. മനുഷ്യരെയും മൃഗങ്ങളെയും കണ്ണിൽ കണ്ട എല്ലാറ്റിനെയും വാളിനിരയാക്കി പട്ടണങ്ങൾക്ക് തീവച്ചു. ന്യായാധിപന്മാരുടെ പുസ്തകം 20-ാം അധ്യായത്തിലെ ചോദ്യോത്തരങ്ങൾ. 1-ാം ചോദ്യം: ഏക മനസ്സോടെ ഇസ്രായേൽ മക്കളൊക്കെയും കർത്താവിന്റെ സന്നിധിയിൽ വന്നു കൂടിയ സ്ഥലം. ഉത്തരം മിസ്പ. 2-ാം ചോദ്യം: ഇസ്രായേൽ ഒക്കെയും ഏതു പട്ടണത്തിന് വിരോധമായിട്ടാണ് ഏക മനസ്സോടെ യോജിച്ചത്? ഉത്തരം ഗിബെയ. 3-ാം ചോദ്യം: ഒരു രോമത്തിന് പോലും ഏറ് പിഴക്കാത്ത എത്ര കവിണക്കാരനാണ് ഗിബെയ നിവാസികളിൽ ഉണ്ടായിരുന്നത്? ഉത്തരം 700. 4-ാം ചോദ്യം: ബെന്യാമീന്യരോട് പടവെട്ടുവാൻ ആരും മുമ്പനായി പോകുന്നുവെന്നാണ് കർത്താവ് അരുളി ചെയ്തത്? ഉത്തരം യഹൂദ. ചോദ്യം 5: ഏതു പട്ടണം മുഴുവനുമാണ് ആകാശത്തോളം കത്തിപ്പൊങ്ങുന്നത് കണ്ടത്? ഉത്തരം ഗിബെയ. ചോദ്യം 6: ഇത്ര വലിയ ദുഷ്ടത എങ്ങനെ സംഭവിച്ചുവെന്ന് ഞങ്ങളോട് പറയുക. ആര് ആരോട് പറഞ്ഞു? ഉത്തരം ഇസ്രായേൽ ജനം ലേവ്യനോട്. ചോദ്യം 7: ഗിബെയയിലെ ആളുകൾ രാത്രി എനിക്ക് എതിരായി വന്ന് വീട് വളഞ്ഞത് എന്തിനാണെന്ന് ലേവ്യൻ പറയുന്നത്? ഉത്തരം എന്നെ കൊല്ലാൻ. ചോദ്യം 8: ഇസ്രായേൽ ജനം ബഥേലിലെത്തി ബെഞ്ചമിൻ ഗോത്രക്കാരോട് യുദ്ധം ചെയ്യാൻ ഞങ്ങൾ ആരാണ് ആദ്യം പോകേണ്ടത് എന്ന് ആരോടാണ് ആരാഞ്ഞത്? ഉത്തരം ദൈവത്തോട്. ചോദ്യം 9: രാവിലെ എഴുന്നേറ്റ് ഗിബെയയ്ക്കെതിരെ പാളയം അടിച്ചതാര്? ഉത്തരം ഇസ്രായേൽ ജനം. ചോദ്യം 10: ആരാണ് ഗിബെയയിൽ നിന്ന് വന്ന് 22,000 ഇസ്രായേൽക്കാരെ അന്ന് അഴിഞ്ഞു വീഴ്ത്തിയത്? ഉത്തരം ബെഞ്ചമിൻ ഗോത്രക്കാർ.